ആലപ്പുഴയിലെ അമ്മത്തൊട്ടലിൻ്റെ കരുതലിൽ ഒരു പെൺകുഞ്ഞു കൂടി. 5 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിനെയാണ് അമ്മത്തൊട്ടിലിൽ നിന്ന് ലഭിച്ചത്. കുഞ്ഞിന് കാശ്മീരി എന്ന് പേരിട്ടെന്ന് ശിശുക്ഷേമ സമിതി അറിയിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്ക് സമീപത്തെ ശിശുക്ഷേമ സമിതി അമ്മത്തൊട്ടിലിൽ നിന്ന് 5 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിനെ ലഭിച്ചു. 28-ാം തീയതി ജനിച്ച 2.600 കിലോഗ്രാം തൂക്കമുള്ള പെൺകുഞ്ഞിനെ 3-ന് പുലർച്ചെയാണ് അമ്മത്തൊട്ടിലിൽ ലഭിച്ചത്. കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ സ്മരണയ്ക്ക് വേണ്ടി കുട്ടിക്ക് കാശ്മീര എന്ന പേര് നൽകിയെന്ന് ശിശുക്ഷേമ സമിതി ഭാരവാഹികൾ അറിയിച്ചു. നിലവിൽ കുഞ്ഞ് വനിതാ ശിശു ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. വൈദ്യപരിശോധനയിൽ കുഞ്ഞിന് ആരോഗ്യ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ശിശുക്ഷേമ സമിതിയുടെ ശിശു പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റും. അമ്മത്തൊട്ടിലിൽ ഈ വർഷം ലഭിക്കുന്ന 2ാമത്തെ കുഞ്ഞാണിത്. ജനുവരിയിൽ ലഭിച്ച കുട്ടിയെ ദത്ത് നൽകിയിരുന്നു. അതും പെൺകുഞ്ഞായിരുന്നു. ദത്തെടുക്കൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതിനാൽ കുഞ്ഞുങ്ങളുടെ അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശിശുക്ഷേമ സമിതി ഓഫീസുമായി ബന്ധപ്പെടണമെന്നും അമ്മത്തൊട്ടിലിൽ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നവരെക്കുറിച്ച് ഒരു തരത്തിലുള്ള അന്വേഷണവും ഉണ്ടാകില്ലെന്നും ശിശുക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി KD ഉദയപ്പൻ അറിയിച്ചു. ആലപ്പുഴ ജില്ലാ ശിശുക്ഷേമ സമിതി ആലപ്പുഴ ബീച്ചിലുള്ള WNC ആശുപത്രിയുടെ സമീപത്ത് ഒരുക്കിയിട്ടുള്ള അമ്മത്തൊട്ടിലിൽ കഴിഞ്ഞ ദിവസം ഏതാണ്ട് വെളുപ്പിന് 1:30 മണിക്ക് ഒരു പെൺകുഞ്ഞിനെ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഏതാണ്ട് 2 കിലോ 600 ഗ്രാം ഭാരമുള്ള കുഞ്ഞിനെയാണ് വെളുപ്പിന് നമുക്ക് ലഭിച്ചത്. ഉടനടി തന്നെ അവിടുത്തെ ആശുപത്രി അധികൃതർ കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ആരോഗ്യ പ്രശ്നമൊന്നുമില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ കുട്ടിയെ നമ്മുടെ ജില്ലാ ശിശുക്ഷേമ സമിതിയിലേക്ക് കൈമാറും. ജില്ലാ ശിശുക്ഷേമ സമിതിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന പരിചരണ കേന്ദ്രത്തിലേക്ക് ആ കുഞ്ഞിനെ നമ്മൾ ദത്ത് എടുക്കുന്നതാണ്. കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ സ്മരണയ്ക്ക് കുട്ടിക്ക് കാശ്മീർ എന്ന പേര് നൽകണമെന്ന് സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അരുൺ ഗോപി നിർദ്ദേശിക്കുകയുണ്ടായി. അതനുസരിച്ച് അദ്ദേഹം ആ കുട്ടിക്ക് കാശ്മീർ എന്ന പേരും നൽകുകയുണ്ടായി. കഴിഞ്ഞ ജനുവരിയിൽ നമുക്ക് ഇതേപോലെ ഒരു പെൺകുട്ടിയെ ഈ അമ്മത്തൊട്ടിൽ നിന്നും ലഭിക്കുകയുണ്ടായി. ഈ കുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ ദത്തെടുക്കൽ നടപടി പൂർത്തീകരിക്കേണ്ടതിനാൽ കുഞ്ഞുങ്ങളുടെ അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശിശുക്ഷേമ സമിതിയുടെ ആഫീസുമായി ബന്ധപ്പെടണം. അപ്പം അമ്മത്തൊട്ടിലിൽ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നവരെ കുറിച്ച് ഒരു തരത്തിലുള്ള അന്വേഷണവും ഉണ്ടാകില്ലെന്ന് ജില്ലാ ശിശുക്ഷേമ സമിതി അറിയിക്കുകയാണ്.